നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ പെട്ടെന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട സാഹചര്യമാണ്. എനിക്ക് നേവിയുടെ റിഹേഴ്സലിന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ഷണം കിട്ടിയപ്പോൾ നമ്മളത് പോകാതിരിക്കാൻ പലരും വിളിച്ചു ചോദിച്ചാൽ പങ്കെടുക്കാൻ പാസ് ഉണ്ടെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് വലിയ പാടാണ്. നേരത്തെ കൊടുത്താലും 40,000 പേർക്ക് അവിടെ ബുധനാഴ്ച 3-ാം തീയതിയിലെ പരിപാടിക്ക് 40,000 പേർക്ക് പ്രവേശനമുണ്ട്. പാസ്സൊക്കെ നേരത്തെ കൊടുത്തുപോയി. നമ്മൾ നാളെല്ലാം സമയത്തിനല്ലേ വിളിച്ചത്. സമയത്തില്ല, എനിക്ക് അത്യാവശ്യം പാസ് തന്നിട്ടുണ്ട്. എനിവേ, പ്രത്യേക ഇൻവിറ്റേഷൻ. അതുകൊണ്ട് 3 വിഷയങ്ങൾ. ഒന്ന്, ചെറിയ വിഷയം ആദ്യം പറയാം. അത് KPCCയുടെ മീഡിയ സെല്ല് പിരിച്ചുവിട്ടിട്ട് ഹൈബിയുടെ ചുമതല കൊടുത്തു. വളരെ വിചിത്രം. എന്താന്ന് വെച്ചാൽ, ഒന്ന്, ഹൈബി സ്വന്തം ഭാര്യയുടെ കാര്യം അല്ലാതെ മറ്റൊന്നും അതിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഹൈബിയുടെ പോസ്റ്റിനൊക്കെ നോക്കി കഴിഞ്ഞാൽ പരിപാടി പങ്കെടുക്കുന്ന അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാട് ഇതുവരെ പറഞ്ഞു. ഒരു നിലപാട് പറയാറ് അതിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഭാര്യ വളരെ വിചിത്രമായ ചില പോസ്റ്റുകൾ ചിലപ്പോൾ. അതെ അതെ, ആ ഹൈബിയെ കൊണ്ട് ഏൽപ്പിച്ച് എവിടുന്ന് VT ബൽറാമിന്റെ കയ്യിൽ നിന്ന് മാറ്റി. VT ബൽറാമാണ് CPM-കാരെക്കാട്ടിലും കോൺഗ്രസ്സുകാരെക്കാട്ടിലും BJP-കാരെക്കാളും പോകുമ്പോൾ സോഷ്യൽ മീഡിയ ഇടപെടാൻ. ഒരുപക്ഷെ കോൺഗ്രസിലെ യുവതലമുറയിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളാണ് പുള്ളി. ഏറ്റവും അധികം നന്നായി കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല, 1 രൂപ മുടക്കാതാണ് ഈ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ സെല്ല് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ആപ്പാടെ പോസ്റ്റ് എഴുതാൻ പറ്റുന്ന പയ്യന് 25,000 കൊടുക്കുന്നില്ല മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് BJP-കാരും CPM-കാരും. വളരെ ദയനീയം എന്ന അവസ്ഥയാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഇവരാണെന്ന് പിന്നീട് തോന്നലുണ്ടായി. അതോടെ എന്താ പറയുന്നത്, കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിനെ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തായാലും ദയനീയമായ ഒരു സാഹചര്യത്തെ ആധുനിക കാലത്ത് ഉണ്ടാകുന്ന ഈ പുതിയ തലമുറ ആകർഷിക്കാനുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇവർ എന്താണ് ചിന്തിക്കാത്തതെന്നാണ്. ശരിയാവത്തില്ല ഒരിക്കലും. കോൺഗ്രസിന്റെ അവസ്ഥ ദുരന്തത്തിന്റെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർച്ചയായിട്ടുള്ള ദുരന്തത്തിന്റെ ഒരു ലക്ഷണമായി അതിനെ കാണേണ്ടി വരും. മാത്രമല്ല, ഹൈബിയുടെ ഒരു MP ആണ്. ഒരു MP എന്നുള്ള നല്ല ഉത്തരവാദിത്തങ്ങൾ ധാരാളമുണ്ട്. അതിനിടയിൽ കൂടെ ഇത് നേരം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഹൈബിയുടെ ഏതെങ്കിലും കാശിന്റെ ടീമിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നില്ല, അത് കംപ്ലീറ്റ് കൊളാവും. മാർക്കൊന്നും ഇത് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്തായാലും വളരെ ദയനീയമാണ് ഇന്നത്തെ കാലത്ത് അവർ ബോധം ഉണ്ടായിട്ടില്ല. നമ്മൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. രണ്ടാമത്, രാഹുൽ മാങ്കൂട്ടത്തിനുമായി രാഹുൽ ഈശ്വരനെ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായം? അല്ല, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നിരന്തരം സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുമ്പോഴൊക്കെ തന്നെ അതിന്റെ മറ്റേ പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുടെ ന്യായീകരിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്തെത്തുന്ന ഒരു സ്ഥിരം. നിയമപരമായി ശരിയോ തെറ്റോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ രാഹുൽ ഈശ്വരെ ഒരു പരിധി കടന്ന് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭാഷ പലപ്പോഴും മോശമാണ്. മാത്രമല്ല, അല്ല, ഭാഷയൊക്കെ അദ്ദേഹം വളരെ ഇതാ പറയുന്നത്, വളരെ അപൂർവമായിട്ടുള്ളൂ, അങ്ങനെ മോശമൊന്നും. പക്ഷേ ഇദ്ദേഹം എവിടെ ഒരു പുരുഷൻ പ്രതിയാകുന്നു അപ്പോൾ അയാളോടെ നിൽക്കും. മരിച്ച ആളൊരു വക്കീല്, അതിൻ്റെ ഒരു രൂപമാണ്. ആ ഒരു കഷ്ടം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട്, ഇരകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിയോജിക്കുമ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് നിയമപരം എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അദ്ദേഹം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ. ഇല്ല, ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ സന്ദീപ് വാര്യരെ പ്രതിയാക്കിയത് മോശമാണ്. സന്ദീപ് വാര്യർ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ഒരു തരത്തിലും. സന്ദീപ് വാര്യർ എന്താ ചെയ്ത്? സന്ദീപ് വാര്യരെ 2024 ഓഗസ്റ്റ് 20 നടന്നൊരു കല്യാണത്തിൽ പങ്കെടുത്തു. ഞാൻ പങ്കെടുത്തു എന്നേ പറഞ്ഞോളൂ. അതിന്റെ ആ ഫോട്ടോ അന്ന് ഇട്ടു. പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ആ ഫോട്ടോ ആരോ കുത്തിത്തൊപ്പിക്കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ വിവാദമായതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അടുത്ത സുഹൃത്തുക്കൾ നമ്മളെല്ലാവരും ഫേസ്ബുക്ക്. അതുകൊണ്ട് അത് സന്ദീപ് വാര്യർക്കെതിരെ കേസെടുത്ത് അങ്ങേറ്റത്തെ ഖേദകരമാണ്. നമുക്ക് രാഹുൽ മാങ്കൂട്ടൻ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത വേറൊരു ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് പോലീസിന് അറിയായിരിക്കും, അല്ലാതെ എവിടെ പോകാനാ ഇവർ ഈ കാണിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടും കോയമ്പത്തൂരുമായിട്ടൊക്കെ ഉണ്ടാവും. പോലീസിൻ്റെ ധാരണ എത്രയായിരിക്കും രാഹുൽ മാങ്കൂട്ടം മാറി നിൽക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇന്നലെ രാഹുൽ ഈശ്വരെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലും പോലീസിനെ വേണമെങ്കിൽ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകാമായിരുന്നു. അതെ, ആദ്യം തന്നെ ജാമ്യം കിട്ടാവുന്ന വകുപ്പെന്നാണ് ആദ്യം കേട്ടത്. പിന്നീടാണ് തീരുമാനം മാറ്റി. ആയിക്കോട്ടെ, എന്നിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയായിരുന്നെങ്കിൽ ഒരുപക്ഷെ റിമാൻഡ് ചെയ്തേനെ. കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം രാഹുൽ ഈശ്വരും ജയിലിൽ പോകണ്ട എന്ന് വിശ്വാസമുള്ളതാണ്. അത് തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇതൊക്കെ വെളിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള നമ്പരെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരു കഥയുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ വിഷയത്തിലൊന്നും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എൻ്റെ മതിപ്പ് അത് ഞാൻ കുറഞ്ഞു വരികയാണ്. എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ആ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന അഡ്മിറ്റ് ചെയ്യുന്നത് ഒട്ടും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ഇനി ഹൈക്കോടതിയിൽ ഇവിടെ തള്ളി ഹൈക്കോടതി പോയാൽ പോലും അതൊരു ഗൗരവമായി വരുന്നു. മാത്രമല്ല, എനിക്ക് രാഹുലിനോട് ഞാൻ എവിടെയാണ് തെളിവ് എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരെണ്ണത്തിന് തെളിവ് വന്നല്ലോ, അപ്പം പിന്നെ മറ്റുള്ളതിനും നമ്മൾ തെളിവ് ചോദിക്കുന്നത് രാഹുലിനെ സ്വയം സമ്മതിക്കുന്നത് പോലെ പല കാര്യങ്ങളും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലുള്ള എൻ്റെ താല്പര്യം,
രാഹുലിനോട് എൻ്റെ താല്പര്യം ടു ബി ഓണസ്റ്റ് വിത്ത് യു നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ലൂസ് ടോക്കൻ്റെ എൻ്റെ 2 സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് വെച്ചിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ നിലപാട് മാറ്റി, നമ്മൾ നിലപാടല്ല മാറ്റിയത്, നമ്മൾ ദിവസം ചെല്ലുന്നവരും കൂടുതൽ കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ഥിതി എന്തായാലും ആവട്ടെ. എനിവേ, നമുക്ക് നമ്മുടെ കാതലായ വിഷയത്തിലേക്ക് കടക്കാം. കിഫ്ബി അല്ലെങ്കിൽ മസാല ബോണ്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ, എന്താണ് സംഭവം പറയൂ. ഏതായാലും മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രി ആയിരുന്ന നമ്മുടെ ഡോക്ടർ തോമസ് ഐസക്കിനും കിഫ്ബിയുടെ CEO ആയ ഡോക്ടർ കെ എം എബ്രഹാമിനും എല്ലാം ഇപ്പോൾ ED നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ശരിക്കും ഇത് എന്താണ് ഇതിൻ്റെ ഒരു പിന്നിലുള്ള പ്രധാന, പലർക്കും മനസ്സിലായിട്ടുള്ള വിഷയം? ഒന്ന്, EDയുടെ നോട്ടീസ് എന്ന് കേട്ടാൽ മലയാളികൾ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ചിരിക്കും. ഇപ്പൊ ആ അവസ്ഥയിലെത്തി, ഞെട്ടത്തില്ല, ചിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ED നോട്ടീസ് എന്ന് കേട്ടാൽ ആരും ഇതിന് ഒരു ഗൗരവം കൊടുക്കുന്നില്ല. കാരണം ED ഇടയ്ക്ക്, പ്രത്യേകിച്ച് CPM-മായി ബന്ധപ്പെട്ട് ED ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുന്നത് കേട്ടാൽ സത്യം പറഞ്ഞാൽ ആരും ഇതിനെ ഗൗരവത്തിലെടുക്കാറില്ല. കാരണം എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് ആളുകൾക്ക് പിടിയിട്ടിട്ടില്ല. മാത്രമല്ല, പിണറായി വിജയനോടും CPM-നോടും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് പ്രത്യേക വാത്സല്യമാണ്. അതുകൊണ്ട് EDയുടെ ഒരു നോട്ടീസ് കൊടുക്കുന്നു എന്നതിനെ അതിനപ്പുറത്തേക്കുള്ള ഗൗരവം, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരെ ED വരുന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മകന്റെ കാര്യത്തിലൊക്കെ അതൊക്കെ അങ്ങ് പോകും. മുഖ്യമന്ത്രി മകന് നോട്ടീസ് അയച്ചിട്ട് മകൻ പങ്കെടുത്തു എന്ന് പോലും ഉറപ്പില്ല. ED നോട്ടീസ് കൊടുത്തു, മുഖ്യമന്ത്രി മകൻ എന്നാ വന്നത്. പക്ഷെ ആ നോട്ടീസ് അനുസരിച്ച് പിണറായിയുടെ മകൻ പോയോ നമുക്കറിയത്തില്ല. അത് ഒരു വശത്ത്. മാത്രമല്ല, പ്രമുഖരായ പല വ്യവസായികൾക്കും ED നോട്ടീസ് അയച്ചിട്ടുണ്ട്, അവരാരും പോയിട്ടില്ല. മകള് ചെന്നൈ എന്തോ ഹാജരായി എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഈ EDയുടെ കേസിൽ പ്രതിയായിരിക്കുന്ന മകൾ SFI എടുത്തിരിക്കുന്ന കേസ്, അതിൽ ED ഉണ്ട്. അതിലെന്തായി മകളുടെ കാര്യത്തിലെ കേസ് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ പിണറായിക്ക് ഒരു നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമല്ല, ആദ്യമേ പറയട്ടെ. അതുകൊണ്ടാണ് തോമസ് ഐസക് ഇന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞത്, പോയി പണി നോക്ക്, ഞാൻ പോവത്തില്ല എന്ന് പറഞ്ഞു. പോയില്ല. അവിടെയാണ് EDയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കിങ്ങനെ നോട്ടീസ് അയക്കുന്നവർ വരാൻ സാധ്യതയില്ലെങ്കിൽ, പിടിക്കാനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ നോട്ടീസ് അയക്കരുത്. അതിന്റെ വകുപ്പുണ്ടോ എന്നുള്ളത് പോലും ഇനി വ്യക്തമല്ല. ഇവർക്ക് പിടിച്ചോണ്ടുപോകാനൊക്കെ ഈ ആളുകളെ അല്ല, അതാ ചോദിച്ചത്. അതാ നിങ്ങൾ നോട്ടീസ് അയച്ചിട്ട് വരത്തില്ല, നീ പണി നോക്ക്, ഞാൻ വരത്തില്ല എന്ന് ഒരു മന്ത്രിയായിരുന്ന ഒരാൾ വിളിച്ചു പറയുമ്പോൾ ഒരു വലിയ ഭരണഘടനാപരമായ ഒരു, അതായത് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ഏതുമായിക്കോട്ടെ, അവർ നമുക്ക് നൽകുന്നൊരു നോട്ടീസുണ്ട്. ആ നോട്ടീസിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ നോട്ടീസ് നമ്മൾ അവഗണിച്ചാൽ നമ്മൾ കുറ്റക്കാരല്ലെങ്കിൽ പോലും നമ്മൾ അറസ്റ്റ് ചെയ്യാം. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭരണഘടനാപരമായ അവകാശമാണല്ലോ. അപ്പം നിയമപരമായി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ED നമുക്കൊരു നോട്ടീസ് നൽകിയിട്ട് ആ നോട്ടീസിൽ എനിക്ക് ഇന്ന ദിവസം പോകാൻ പറ്റില്ല, ഞാൻ എക്സ്ക്യൂസ് പറയണം, എനിക്ക് ഇന്ന ദിവസം രേഖാമൂലം അറിയിക്കണം. ആ രേഖാമൂലം അറിയിക്കുമ്പോൾ മറ്റൊരു തീയതി നമ്മൾ കൃത്യമായിട്ടെല്ലാം ചെയ്യണം, മറ്റൊരു തീയതി തരും. ആ തീയതിയിലും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മാറ്റിവെക്കാം. മൂന്നാമതൊരു ഡേറ്റ് കൊടുത്തരും. ഈ മൂന്നാമത്തെ ഡേറ്റിൽ നമ്മൾ വരുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനുള്ള പദ്ധതിയാണെന്നനുസരിച്ച് നമ്മളെ ഒന്ന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം EDക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോയിട്ട് എൻ്റെ മേൽ നോട്ടീസ് സെർവ് ചെയ്യരുത്. തോമസ് ഐസക് അത് ചെയ്യാതെ EDയുടെ നോട്ടീസ് അനുസരിച്ച് എനിക്ക് ധൈര്യം, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത് അങ്ങേറ്റം ഖേദകരമാണ്. അതാണ് CPM-ന്റെ ഈ നാട്ടിലെ ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് നിയമവ്യവസ്ഥ ഞങ്ങൾക്ക് ബാധകമല്ല. പണ്ട് പറഞ്ഞില്ല, ഭൂഷണ കോടതി ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പണ്ട് പറഞ്ഞില്ലേ. ഭരണഘടന ഞങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങളുടെ ഏജൻസിയിലൊന്നും പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളൊരു പ്രഖ്യാപനമാണ്. അതാണ് ആ അഹങ്കാരമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന്. പക്ഷേ ഇപ്പോഴിത് വന്നതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയമാനം കൂടെ വന്നു. അതുകൊണ്ടാണ് തോമസ് ഐസക് ധൈര്യത്തോടെ പറഞ്ഞത് ഇത് രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയമാണ്. കെ മുരളീധരൻ പോലും പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറക്കണം, കോൺഗ്രസ്സുകാരനായ മുരളീധരൻ പറഞ്ഞു. അപ്പോൾ ED കാണിച്ച ഒരു അബദ്ധം, ഇത് 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണമാണ്. ഈ 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് അവർക്കൊരു 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് വേണം നോട്ടീസ് കൊടുക്കും. ഒരാഴ്ച കഴിഞ്ഞ് നോട്ടീസ് കൊടുക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഡിസംബർ 12-ാം തീയതി 2 ആഴ്ച, ഡിസംബർ 12-ന് ശേഷം നോട്ടീസ് കൊടുക്കും. 13 വോട്ടെണ്ണൽ. അത് കഴിഞ്ഞ് വോട്ടെടുപ്പ് അല്ല 12 കഴിഞ്ഞ് കൊടുത്തായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയം ആവത്തില്ലായിരുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയമാണ് എന്ന തരത്തിൽ ചർച്ചയാക്കാൻ വേണ്ടി കൊടുത്തതാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാണ്. അപ്പം ഞാൻ പറഞ്ഞ EDയുടെ ഭാഗത്തെ വീഴ്ച തന്നെയാണ് ആദ്യം ചൂണ്ടിക്കാട്ടേണ്ടത്. പക്ഷേ ഈ വിഷയം ഇത് സംബന്ധിച്ച് മനോരമയിൽ വന്ന വാർത്ത ശ്രദ്ധിച്ചോ? ഞാൻ മറ്റു പത്രങ്ങൾ കണ്ടില്ല, മനോരമയിൽ വന്ന വാർത്ത എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. മനോരമ എടുത്തിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വിദേശത്ത് മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ചത് തെറ്റാണ്, നിയമലംഘനമാണെന്ന് പറയുന്നു. അപ്പം ഇതൊരു ഒരു ക്യാപ്സ്യൂള് CPM-ന് ഇട്ട് കൊടുത്തതാണ്.
ഞാൻ അപ്പം തന്നെ നമ്മുടെ കിരൺ തോമസോ മറ്റോ പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ യാദൃച്ഛികമായി ഫേസ്ബുക്കിൽ വന്ന് കിരൺ നിങ്ങളുടെ പഠിച്ച റൂംമേറ്റാണ് കിരണിൻ്റെ പോസ്റ്റ് കണ്ടു. ഇതാണ് കാരണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് വിശദീകരണം കൊടുക്കാൻ പോകുന്നത്, അടിസ്ഥാന സൗകര്യത്തിൽ വികസനത്തിന് ഞങ്ങൾ ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞാൽ പോരഞ്ഞു. ഒന്നാം തരം ക്യാപ്സ്യൂൾ, അതായത് ആ ക്യാപ്സൂള് ഇടി കൊടുത്തതാണോ അതോ ആ ക്യാപ്സൂൾ മനോരമ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല. അപ്പം ഈ വിഷയത്തിൽ മനോരമ ഉണ്ടാക്കിയതാവാനും സാധ്യതയുണ്ട്. കാരണം ഈ കിഫ്ബി വിഷയത്തിൽ മനോരമയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം മറ്റൊന്നുമില്ല, കണ്ടത്തിൽ കുടുംബത്തോട് താല്പര്യം, എബ്രഹാമത്തോട് താല്പര്യമുണ്ട്. മാത്രമല്ല ഇതിന് ഇടപാട് നിന്നിരിക്കുന്ന ഒരു പമേലോ അങ്ങനെ അവരും കണ്ടത്തിലാണെന്നാണെന്ന് റിപ്പോർട്ടുകൾ, കുടുംബ ബന്ധം റിപ്പോർട്ട്. അപ്പോൾ ആ ഒരു കുടുംബ ബന്ധത്തിൽ രൂപപ്പെട്ട ഒരു ഇടപാടായതുകൊണ്ടാവാം അടിസ്ഥാന സൗകര്യ വികസനമൊന്നും മനോരമ സഹായിക്കും. ഈ കെ എം എബ്രഹാം മഹാനാണെന്നും സത്യസന്ധനാണെന്നും മറ്റേ സഹാറയുടെ പണം വേണ്ടെന്ന് വെച്ച് നോക്കുക എന്നൊക്കെയുള്ള വാർത്ത മനോരമ വായിച്ചത് നമ്മൾ മനസ്സിലാക്കി. ഈ മനോരമയിൽ നിന്നാണ് ഇയാൾ ഒരു ഞാനൊക്കെ കരുതിയിരുന്നത് മഹാനാണെന്ന് കരുതിയിരുന്നത് മനോരമയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു താല്പര്യമാണോ എന്ന് വ്യക്തമല്ല. എന്തായാലും ഇത് വിചാരിക്കുന്നത് ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കിയ നല്ല രാജ്മോഹൻ പ്രശ്നം. അവിടെ എൻ്റെ സംശയം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഈ പണം മുടക്കിയെങ്കിൽ അതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കിഫ്ബിക്ക് ലോൺ എടുക്കാനായിട്ട് ബോണ്ട് കൊടുത്തിട്ട് ലോൺ എടുക്കുകയാണല്ലോ ചെയ്ത്. കിഫ്ബി ഒരു ബോണ്ട് ചെയ്യുന്നു, ആ ബോണ്ട് ലോൺ എടുക്കാൻ ഇന്ത്യയിൽ അന്ന് അവൈലബിൾ ആണല്ലോ, ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ അവൈലബിൾ ആണല്ലോ ആദ്യത്തെ ചോദ്യം. ഇന്നാണ് പിന്നീട് CAG കണ്ടെത്തി RBI ഇടപെടൽ നടത്തി, എന്നിട്ട് പറയുന്നു കിഫ്ബിയുടെ ലോണും സ്റ്റേറ്റിൻ്റെ ലോണായി കണക്കാക്കുന്നത് കൊണ്ട് മൊത്തം പൊതുകടത്തിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് പരിമിതിയുണ്ട്. പക്ഷേ നേരത്തെ അങ്ങനല്ല, ഇത് ബോഡി കോർപ്പറേറ്റ് എന്ന നിലയിലായിരുന്നു കിഫ്ബിയെ കരുതിയിരുന്നത്, അതൊരു സ്റ്റേറ്റ് ആയിട്ട് കരുതുന്നത്. അപ്പോൾ ബോഡി കോർപ്പറേറ്റിന് നേരിട്ട് ഫണ്ട് ശേഖരിക്കാം എന്നുള്ളതായിരുന്നു ഒരു കണക്ക് കൂട്ടൽ. അപ്പം എന്തിനാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന ബോഡി കോർപ്പറേറ്റ് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന പലിശയെ പലിശ, അന്ന് ആഭ്യന്തര വിപണിയിലെ പലിശ എന്ന് പറഞ്ഞാൽ 7-7.5%. 7% മുതൽ 7.7% വരെയാണ് ആഭ്യന്തര വിപണിയിലെ പലിശ എന്ന് പറയുന്നത് പരമാവധി. ഈ പലിശ ഉള്ളപ്പോൾ എന്തിനാണ് 9.7% പലിശയ്ക്ക് അവിടെ പോയി എടുത്തത് എന്നാണ് ആദ്യം ചോദ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുകയായിരുന്നില്ല ലക്ഷ്യം, മറ്റു ചില ലക്ഷ്യമുണ്ട്. ആദ്യത്തെ സംശയം. രണ്ടാമത്തെ ചോദ്യം, രാജ്മോഹൻ, ഇതിൻ്റെ പിന്നിൽ നിയമവിരുദ്ധമായ ഒരുപാട് ഇടപാടുകളുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ RBIയുടെ പെർമിഷൻ ഉണ്ടായിരുന്നു, അത് തെറ്റാണ്. ഞാൻ രാവിലെ എൻ്റെ വീഡിയോ പറഞ്ഞ RBIയുടെ പെർമിഷൻ ഉണ്ടായിരുന്നു. RBIയുടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല, ഒരു NOC കൊടുത്തിരുന്നു. അതായത് വിദേശത്തുനിന്ന് പണം, നമ്മൾ ഈ ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ പണം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോകാനും വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഇൻഡിവിജ്വൽ ചെയ്താലും പെർമിഷൻ മേടിക്കണം. RBIയുടെ പെർമിഷൻ മേടിക്കണം. ഞാൻ പറഞ്ഞിപ്പം എൻ്റെ മകൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ UK പണം കൊടുത്തപ്പം RBIയുടെ പെർമിഷൻ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ RBIയുടെ പെർമിഷൻ മേടിക്കണം. ആ RBIയുടെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. സ്വീകരിക്കുന്നത് വലിയ പ്രശ്നം. വലിയ തുക വരുന്നെങ്കിൽ അത് തടഞ്ഞു വെക്കപ്പെടും. വലിയ തുക വന്നു കഴിഞ്ഞാൽ ഇത് ഭീകര പ്രവർത്തനത്തിനാണോ ഇതാണ് സംശയമുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് തടഞ്ഞു വെക്കും, കിട്ടില്ല. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ RBIക്ക് കൊടുക്കുന്ന ഒരു NOC മാത്രമാണ് ഇവർ വാങ്ങിയത്. അതായത് RBIക്ക് ഒരു അപേക്ഷ കൊടുത്ത് RBI മുഴുവൻ പരിശോധിച്ചിട്ട് ശരി നിങ്ങളുടെ പണം ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു പറഞ്ഞിട്ടില്ല, ഒന്നാമത്തേത്. രണ്ട്, ഇനി RBI NOCയോ പെർമിഷനോ കൊടുത്തു എന്ന് കരുതുക. ഇങ്ങനെ കടുത്താൽ പോലും RBI എന്താണ് പറയണത്, നിങ്ങൾക്ക് ഇത്ര രൂപ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ആ പണം എങ്ങനെ വന്നു, ആ പണം മേടിക്കാൻ നിങ്ങൾക്ക് നിയമപരമായ അവകാശം എടുത്തു RBIയുടെ പണിയല്ല. അതൊക്കെ ബോധ്യപ്പെടുത്തുന്ന RBIയുടെ പണിയല്ല. അത് ആ പണം കൈപ്പറ്റാനുള്ള അവകാശം ഇവർ കൊണ്ടുവന്ന് പരിശോധിക്കേണ്ടത് RBIയുടെ പണിയല്ല. അത് മറ്റ് സംവിധാനങ്ങൾ, അതിന് ചില മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതിന് പ്രോസസ്സുണ്ട്. ഭരണഘടനാപരമായിട്ട് വിദേശത്തുനിന്ന് പണം നമുക്ക് സ്റ്റേറ്റ് എടുക്കാൻ അവകാശമില്ല. ആകെ എക്സംഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു ഭയങ്കര നല്ല പെർഫോമൻസ് ഉള്ള സ്റ്റേറ്റ് ആണെങ്കിൽ, സ്റ്റേറ്റ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഗുജറാത്ത് പോലെയുള്ള, അല്ലെങ്കിൽ ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, അവരൊക്കെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ഈ പെർഫോം ചെയ്യുന്ന സ്റ്റേറ്റിന് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക അനുമതി കേന്ദ്രം കൊടുക്കും. അല്ലാതെ ഓടിപ്പോയിട്ട് ലോൺ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇതാണ് നിയമം. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ 2150 കോടി രൂപ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേന്ദ്ര ഫൈനാൻഷ്യൽ മന്ത്രാലയത്തിൽ അപേക്ഷ കൊടുക്കണം. ഞങ്ങൾ ഇത്രയും വലിയ സുന്ദരമായ ഒരു പദ്ധതി ഇട്ടിരിക്കുന്നു. അപ്പോൾ അവർ നോക്കും ഇത് ലാഭകരമാണോ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുമോ, ഇത് കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് അവിടെ പോയത് എന്നുള്ളതൊക്കെ പരിശോധിച്ചിട്ട് ഇവർ ഈ അനുമതി വാങ്ങിയിട്ടില്ല. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് കാർത്തികേയൻ, അദ്ദേഹം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് കോടതി കിടപ്പുണ്ട് ഇതേ വിഷയം മസാല ബോണ്ട്. അപ്പോൾ ഇതിന് ഇതിന് ഒരു കാരണത്തിലും പെർമിഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്
ഈ ഫെമ നിയമലംഘനമാണ്. നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ അവിടുന്ന് ഫണ്ട് കൊണ്ടുവന്ന് പറഞ്ഞ് ഫെമ നിയമലംഘനമാണ്. ഇനി ഇതിന് നഷ്ടക്കച്ചവടത്തിലേക്ക് പോകാം. നമ്മൾ ഇനി അടുത്ത ഘട്ടം നഷ്ടമാണ്. നമുക്കിവിടെ ഈ പറയുന്ന 2% പലിശ കൂടുതൽ മേടിക്കേണ്ടി വരുന്നു അവിടുന്ന്. രണ്ടാമത് ഇതിന് ഇതിന് ഒരു ഓപ്പറേഷൻ കോസ്റ്റ് ഉണ്ട്. അതായത് ഇത് ഓർഗനൈസിങ് കോസ്റ്റ്. ഇത് കൊച്ചിയിലുള്ളൊരു ഏജൻസി ആയിരുന്നു. 40-50 കോടി രൂപ അവർക്ക് കൊടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. ഈ അവിടെ പോയി നമ്മൾ എന്താണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി നമ്മൾ മസാല ബോണ്ട് വിൽക്കും, മണിയടിക്കുന്ന പരിപാടി, മണിയടിക്കുന്നു, 3-4-1 പറഞ്ഞ് വന്നിട്ട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ തട്ടിപ്പായിരുന്നു. ഒന്ന്, എന്തിനാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി നമ്മൾ മണിയടിക്കുന്നത്? ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും, ഞങ്ങളുടെ ബോണ്ട് നിങ്ങൾക്ക് വേണോ? ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടപാട് നടന്ന ആർക്കും ഇത് വാങ്ങാം. അപ്പോൾ അവർ ബാർഗെയിനിങ് നടത്തിയിട്ട് നമ്മുടെ ബോണ്ട് കൊള്ളാം, ഈ സാധനത്തിൻ്റെ പലിശ ഇത്ര നമ്മൾ ഓഫർ ചെയ്യുന്നു. അപ്പം ബാർഗെയിനിങ്ങിലൂടെ നമ്മൾ കുറച്ച് പരമാവധി നമുക്ക് കുറഞ്ഞ പലിശയ്ക്ക് നമ്മൾ വാങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവരെന്താ ചെയ്തതെന്നറിയാമോ? ഇതൊരു 50 കോടി രൂപയോളം മുടക്കി മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ പോയി മണിയടിക്കുന്ന ഒരു ചടങ്ങുണ്ടാക്കി വാർത്ത ഉണ്ടാക്കുന്ന അല്ലാതെ ഇവർ അതിനു മുൻപ് തന്നെ ബോണ്ട് വിറ്റിരുന്നു. അതായത് ലണ്ടൻ അല്ലല്ല, ഇതേ സാധനം ഈ ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കൊടുത്ത് ഇവിടെ വഴി ഈ കനേഡിയൻ പെൻഷൻ കമ്പനി ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇവർ പോയി വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ആ വിൽപ്പന വെറും ഒരു ചടങ്ങായിരുന്നു. ആ വിൽപ്പനയുടെ പേരിൽ, ആ മണിയടിയുടെ പേരിലാണ് ഈ കനേഡിയൻ പെൻഷൻ കമ്പനി വാങ്ങിയത് എന്ന് പറയുമ്പോഴും ഇത് തെറ്റാണ്. അതിനു മുമ്പ് തന്നെ ഈ കച്ചവടം ഉറപ്പിച്ചിരുന്നു. അതിപ്പോൾ ഉദാഹരണത്തിന് 9.7% കനേഡിയൻ കമ്പനി വിൽക്കുന്നു. ഈ മണിയടി കേട്ടിട്ട് ഞാൻ അങ്ങ് ചെല്ലുമെന്ന് വെച്ചോളൂ, എനിക്ക് അവിടെ ഒരു കമ്പനിയുണ്ട്, അപ്പോൾ ശരി ഞാൻ 9% ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. കാരണം അതിന് മുമ്പേ കച്ചവടം ഉറപ്പിച്ചിരുന്നു. അപ്പം ഇത് ഈ 40-50 കോടി രൂപ മുടക്കി അവിടെ ദൂർത്തെടുപ്പിച്ച് ഈ സാധനം ഒരു പൊടിയിടലായിരുന്നു. ഒന്ന്. രണ്ട്, ഈ പറഞ്ഞ പലിശയുടെ വ്യത്യാസം ഉണ്ടാകുന്ന നഷ്ടം, പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്നോട് രഞ്ജിത്ത് കാർത്തിയെ വിളിച്ചപ്പോൾ പറഞ്ഞത് അല്ല, ഈ 2199 കോടി രൂപയ്ക്ക് തന്നെയായിരുന്നു. ഞാൻ അങ്ങനെയാണ് സാധാരണഗതിക്ക് സംഭവിക്കുന്നത്. നമ്മൾ വിദേശത്തുനിന്ന് കടമെടുക്കുമ്പോൾ പലപ്പോഴും എക്സ്ചേഞ്ച് റേറ്റിന് ഡിഫറൻസ് ആണ് വലിയ നഷ്ടമായിട്ട് വരുന്നത്. കാരണം റേറ്റ് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രഞ്ജിത്ത് കാർത്തി എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇത് രൂപയിൽ തന്നെയായിരുന്നു ഇടപാടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. മസാല ബോണ്ടിന്റെ എല്ലാ ഇടപാടുകളും ഇന്ത്യൻ കറൻസിയിലാണ് എന്നാണ് രഞ്ജിത്ത് കാർത്തി എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ പ്രശ്നമില്ല. പക്ഷെ സാധാരണഗതിക്ക് ലോൺ എടുക്കുമ്പോൾ പൗണ്ടിലാണ് അവിടുത്തെ തുക വരുമ്പോഴാണ് ഏറ്റവും വലിയ നഷ്ടം വരുന്നത്. ഇവിടുത്തെ നിന്നും വ്യത്യാസം, ഇവിടെ നമ്മൾ രൂപയിൽ എടുക്കുന്നു, രൂപയുടെ പലിശ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതേസമയം അവിടെ നമ്മൾ വിദേശ കടം മുഴുവൻ പൊതുവെ ഡോളറിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഡോളറിന്റെ വാല്യൂവിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതാണ്. ഞാൻ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 80-90 രൂപയോളമായി ഒരു ഡോളറിന്റെ വില. ഒരു കൊല്ലം മുമ്പ് അത് 80 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ $1 വാങ്ങിയാൽ $1 തിരിച്ചു കൊടുക്കണം. ആ $1 പലിശ തിരിച്ചു കൊടുക്കണം. $1 പ്ലസ് പലിശയാണ് കൊടുക്കേണ്ടത്. ഈ $1 പലിശ എന്ന് പറഞ്ഞാൽ അന്ന് 80 രൂപയായിരിക്കും നമുക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 90 രൂപ അങ്ങോട്ട് കൊടുക്കണം, പ്ലസ് പലിശ കൊടുക്കണം. അപ്പൊ പലിശയ്ക്കൊക്കെ, അതായത് ഇവർ ഈ പറഞ്ഞ 9% അല്ല, അതിൻ്റെയൊക്കെ ഇരട്ടിയായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവരിത് സെറ്റിൽ ചെയ്തപ്പോൾ ഏതാണ്ട് 4000 കോടി രൂപ കൊടുക്കേണ്ടി വന്നു. 2150 കോടി രൂപ എടുത്തിട്ട് ഇത് തിരിച്ചു കൊടുത്തു. കേസായപ്പോൾ പെട്ടെന്ന് അവർ ആ കൊടുത്തത് രസമാണ്. എങ്ങനെയാണെന്നറിയോ? ലോൺ എടുത്താ ഇവിടുന്ന് ലോൺ എടുത്തിട്ടാ തിരിച്ചു കൊടുത്തത്. എന്നാൽ പിന്നെ ഈ ലോൺ എടുത്താൽ പറ്റായിരുന്നു. അതായത് ഇവിടുന്ന് ലോൺ എടുത്തിട്ട് പൈസ തിരിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ എന്തിനു ചെയ്തു? അതിന്റെ പിന്നിലുള്ള ദുരൂഹതകളാണ് യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടതും യഥാർത്ഥത്തിലുള്ള വിഷയവും. അതിന്റെ പിന്നിലുള്ള ദുരൂഹതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിണറായി വിജയൻ SNC ലാവ്ലിൻ എന്ന കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പണ്ട് മുതലുള്ള കേസ്. ആ കേസുണ്ട്, അറിയാമല്ലോ. ആ കേസ് സുപ്രീം കോടതിയിലാണ്. ആ കേസിന് പശ്ചാത്തലം എന്താണ്? പന്നിയാറ് ചെങ്കുളം ആ ഒരു വൈദ്യുതി നവീകരണത്തിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായി, അതായത് ഈ കമ്പനി വിദേശത്തു നിന്ന് കമ്പനികൾക്ക് ഈ മെയിൻ്റനൻസ് കരാർ കൊടുക്കാൻ വകുപ്പില്ലാതിരിക്കവേ നിയമവിരുദ്ധമായി ആ കമ്പനികളിൽ നിന്ന് ചട്ടവിരുദ്ധ രാജ്യത്തില്ലാത്ത നിയമത്തെ മറികടന്നുകൊണ്ട് ആ രാജ്യത്ത് കോൺട്രാക്ട് ഉണ്ടാക്കി ഇവർ മെയിൻ്റനൻസ് ചെയ്യുന്നു. ഈ മെയിൻ്റനൻസ് ചെയ്ത തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ് കണക്ക്. അതായത് ഇതും ഫലപ്രദമായിരുന്നില്ല, ഇത് വലിയ ചിലവുള്ള. ഇതിൻ്റെ പേരിൽ ഒരു മലബാർ ക്യാൻസർ സെൻ്റർ കൊടുക്കാമെന്ന് കൊടുത്തില്ല. മാത്രമല്ല ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ വരദാചാര്യൻ IS ഉദ്യോഗസ്ഥർ തല പരിശോധിച്ച് പിണറായി വിജയൻ പ്രത്യേക ഇൻട്രസ്റ്റ് എടുത്ത് കാനഡയിൽ പോയി സാമ്പത്തിക ഇടപാട് നടത്തി എന്നുള്ളതാണ് കേസ്. ഈ കേസ് ദുരൂഹമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യാതെ തന്നെ ഹൈക്കോടതി കാഷ് ചെയ്യുന്നു.
ഇതിനെതിരെ CBI 10 വർഷം മുമ്പ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതിന് മുൻപ് അപ്പീൽ പോകുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് പോയ അപ്പീൽ ഇന്നേ വരെ ഒന്നാമത്തെ വാദത്തിന് എത്തിയിട്ടില്ല. 49-50 തവണ മാറ്റി റെക്കോർഡ് മാറ്റിവെക്കലാണ്. ഒരിക്കൽ പോലും CBIക്ക് സമയമില്ല ഇത് കേൾക്കാൻ. ഇതാണ് ഈ അന്തർധാര എന്ന് പറയുന്ന സാധനം. അങ്ങനെയുള്ള ആ ലാവ്ലിൻ കമ്പനിയുമായി, ആ ലാവ്ലിൻ കമ്പനിയുടെ ഒരു സബ്സിഡറി കമ്പനിയാണ് കനേഡിയൻ പെൻഷൻ കമ്പനി എന്ന് പറയുന്ന സാധനം. ഈ കമ്പനി ഇതിനു മുമ്പ്, അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിപ്പം നമ്മൾ ഈ പെൻഷനൊക്കെ ഉള്ളൂ, നമുക്കൊന്നും അറിയാത്തൊരു സംഭവമാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ മാതിരി. അപ്പം നമുക്ക് കിട്ടുന്ന പെൻഷൻ ഫണ്ടുകളെല്ലാം ഈ ഷെയർ മാർക്കറ്റിലും ഇത്തരം സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടും. അപ്പം കനേഡിയൻ പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ കാനഡയിലെ ഒരു പെൻഷൻ കൺട്രോൾ ചെയ്യുന്ന കമ്പനിയായിരിക്കും. അപ്പോൾ അതിൽ പെൻഷൻ കോൺട്രിബ്യൂട്ടേഴ്സ് കൊടുത്തിരിക്കുന്ന സാധനം അവർ കൂടുതൽ പെരുപ്പിക്കാൻ വേണ്ടി ഇടുക ചെയ്യുന്നത്. അങ്ങനെ ഇവരെ അപ്പോൾ ഇട്ടിരുന്നത് 3% മാത്രം പലിശ കിട്ടുന്ന ഒരു ബോണ്ടിലായിരുന്നു. ആ 3% പലിശയിൽ നിന്നാണ് 9.7% ഒറ്റയടിക്ക് കൂടിയത്. 400 കോടിയോളം രൂപ ഈ ഇടപാടിൽ ഈ കനേഡിയൻ പെൻഷൻ കമ്പനിക്ക് നേട്ടമുണ്ടായി. ഈ കനേഡിയൻ പെൻഷൻ കമ്പനി SNC ലാവലിന്റെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ പിണറായിയുടെ പഴയ ഈ SNC ലാവലിൻ ബന്ധം വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടാക്കി നടത്തിയ സാമ്പത്തിക ഇടപാടാണ് എന്നാണ് ആരോപണം. നമുക്കത് തെളിവില്ല. ഇതിന് മറ്റൊരു ആരോപണമുണ്ട്. പിണറായിയുടെ മകൾ അവിടെ എന്തോ കാനഡയിൽ എന്തോ വീട് വാങ്ങിയെന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതൊന്നും എവിടെയായി നമുക്കറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ദുരൂഹമായ ഇടപാടിൻ്റെ പിന്നിൽ ഗൗരവമേറിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ട്. തോമസ് ഐസക്കിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു. തോമസ് ഐസക്കിന്റെ അഴിമതിക്കാരെന്ന് എനിക്ക് തോന്നുന്നില്ല. തോമസ് ഐസക്കിന് അത്യാവശ്യം മറ്റേ ദോഷമുണ്ട്. ഈ മറ്റേ ടൂറിന് മൂന്നാർ പോകാൻ പോകുന്ന ദോഷമുണ്ട്. പണ്ട് പോലെ തോമസ് ഐസക്കിന് ആ ദോഷമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ തോമസ് ഐസക്ക് രാഹുൽ മാങ്കൂട്ടം തരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയത്തില്ല. അതൊഴിച്ചാൽ തോമസ് ഐസക്ക് ഒരു അഴിമതിക്കാരനാണെന്ന് ഉള്ള ബോധ്യം. പക്ഷേ സാമ്പത്തിക ഈ കപട ബുദ്ധിജീവിയാണ്. ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണാക്കിയ ആളാണ് തോമസ് ഐസക്ക്. ഈ എതിരാളികൾ തർക്കിക്കാൻ വരുമ്പോൾ സാങ്കേതിക വാക്കുകൾ ഉപയോഗിക്കും. കോൺഗ്രസിലെ BJPക്ക് ആർക്കും തിരിച്ചു പറയാൻ അറിഞ്ഞുകൊണ്ടിരിക്കും. അയാൾ പത്തനംതിട്ട MP ആയിട്ട് മത്സരിച്ച് അയാളുടെ തമാശകൾ പത്തനംതിട്ടയെ ലോകത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് പറഞ്ഞ് എത്രയോ ഏതാണ്ട് 10 ലക്ഷം തൊഴിലവസരം പത്തനംതിട്ട മാത്രം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ, അതായത് ഒരു ഉട്ടോപ്യൻ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞ. അയാൾ നല്ല വായനാശീലമുള്ള ആളാണ്, നല്ല അറിവുണ്ട്. പക്ഷെ അത് പുസ്തകത്തിലുള്ള അറിവുകൾ, പ്രായോഗിക ജ്ഞാനമില്ല. ഈ കേരളം ഈ പരുവത്തിലാക്കിയത് അങ്ങേരാ. KM പോലെ പരിണതപ്രജ്ഞനായ ഒരു ധനകാര്യമന്ത്രി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അടിപൊളിയാക്കി കൊണ്ടുപോയി നശിപ്പിച്ച് നാറാണക്കല പിടിപ്പിച്ചത് അയാളാണ്. പണ്ടൊരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അതോ ചാനൽ ചർച്ചയിലോ അതോ സെമിനാറിനെന്തോ പോയിട്ട് ഇതേ തർക്കിക്കായിരുന്നു. അല്പം കഴിയുമ്പോൾ പുള്ളി സാങ്കേതിക വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ നേതാവ് പെട്ടു എന്ന് പറഞ്ഞു. കാരണം ഇത് ഇത് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേ ഇത് തിരിച്ച് പറയാറുണ്ട് ഈ വാക്കുകൾ. ഈ ടെർമിനോളജി ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ പണ്ട് എനിക്കൊന്ന് VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു VD സതീശനുമായിട്ടൊരു സംവാദം ഉണ്ടായിരുന്നു. അന്ന് സതീശൻ അങ്ങനെ ശ്രദ്ധ നേടുന്നത് അക്കാര്യത്തിലാണ് അല്ലേ? സതീശൻ നന്നായി പഠിച്ചിട്ട് വരികയും കൃത്യമായി അദ്ദേഹം പറഞ്ഞ സാങ്കേതിക വാക്കുകൾക്ക് പകരം അടുത്ത വാക്ക് പറഞ്ഞ് പുള്ളി പൊളിക്കുകയും ചെയ്തു. അപ്പം യഥാർത്ഥത്തിൽ ഈ തോമസ് ഐസക്കിന്റെ അക്കൗണ്ട് പരിശോധിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. തോമസ് ഐസക് കൂടെ ഒരു അടിച്ചു മാറ്റിയിട്ട് പരിശോധിക്കേണ്ടത് പിണറായി വിജയന്റെ മക്കളുടെ അക്കൗണ്ടാണ്. അവരുടെ അക്കൗണ്ട് ദുബായിലുണ്ടോ, കാനഡയിലുണ്ടോ, ബാംഗ്ലൂരിലുണ്ടോ, അവിടെയൊക്കെയുള്ള അക്കൗണ്ടിലേക്ക് പണം ഉണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. അപ്പം ഇപ്പോഴത്തെ നോട്ടീസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ സമഗ്രമായി 3 കൊല്ലമായിട്ട് കേസ് പരിശോധിക്കും. ഇതിന് മുമ്പ് ED നോട്ടീസ് കൊടുത്തിട്ട് പിണറായിക്ക് കൊടുത്തിട്ടില്ല, തോമസ് ഐസക്കിന് മുമ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ട്, കിഫ്ബിക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഈ കേസ് അത് ഇതിന്റെ ഭാഗമാണ്, അന്വേഷണ ഭാഗം. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവർക്കൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റെറക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഉള്ള ഒരു ലീഗലായിട്ട് കേൾക്കുന്ന റെറയുടെ ഒരു അഡ്ജുഡിക്കേഷൻ ആ ബോഡിയാണ്. അപ്പം ഇത് 3 കൊല്ലമായി അന്വേഷിച്ച് റിപ്പോർട്ടുകൾ റെഡിയാക്കിയിട്ട് അതിന്റെ ഇവരുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത് മൈൻഡ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞാൽ മതി. അല്ല അത് മതി. നമ്മൾ എപ്പോഴും നോട്ടീസ് അയക്കുമ്പോൾ നമ്മൾ പ്രതിനിധി, നമ്മുടെ ഇപ്പം ഒരു ഹൈക്കോടതി ഒരു വക്കീൽ വരുന്നു, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നാൽ കക്ഷി വേണം എന്നാണ് പറയുന്നത്. കക്ഷിക്കാണ് നോട്ടീസ് അയക്കുന്നത്. കക്ഷി ഓർ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്നാണ്. അപ്പോൾ വക്കീലാണല്ലോ പോകുന്നത്. ഇതുപോലെ തന്നെ ഇത് പോയാലും മതി. ഇത് അവരുടെ അന്വേഷണമാണ്. ഈ അന്വേഷണ പരിധിയിൽ അവർ ED ഇവരോട് ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. അത് കൊടുക്കാതെ ഇവർ ഒഴിഞ്ഞു മാറുകയാണ്. അവിടെയാണ് പ്രശ്നം. മൊത്തം ദുരൂഹതയാണ്. വലിയൊരു അഴിമതിയുടെ ഒരു എന്താ പറയണത്, ഒരു എന്താ പറയുന്നത്, ഒരു എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അഴിമതിയാണ്. ഇതിൽ നിന്ന് പിണറായി വിജയൻ ഇപ്പോൾ ഇവർക്ക് പറ്റുന്ന ഒരു അവസരം, ED ഉണ്ടാക്കി കൊടുത്ത അവസരം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതങ്ങോട്ട് പെട്ടെന്ന് എന്ന് പറഞ്ഞ് ഇനി മറ്റേ ക്യാപ്സ്യൂളും വരും.
അടിസ്ഥാന സൗകര്യ വികസനം ഞങ്ങൾ ക്യാപ്ഷൻ കേരളത്തിൽ നന്നാക്കാൻ ശ്രമിച്ചു. അതാ ഈ എല്ലാം കൂടെ ചേർന്ന് ഇതിനെ ഇല്ലാക്കാൻ നോക്കുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലെ സാമ്പത്തിക ഇടപാടുകളും ഖജനാവെന്ന് വന്നിരിക്കുന്ന നഷ്ടവും ഇതിൽ ഈ മണിയടിക്കാൻ പോയ ദുരൂഹത കോട്ടം കെട്ടുകൊണ്ട് പിണറായി ശ്വാസം മുട്ടുകളോ കോട്ടോട്ട് ചിരിക്കാൻ വയ്യാതെ നിൽക്കുന്ന നിപ്പുണ്ട്. അതൊക്കെ ഇതൊന്നും അന്വേഷിക്കാനായിട്ട് നമുക്ക് കഴിയാതെ ഇതിൻ്റെ ഇടയിൽ ഒരുമാതിരി കലക്കവെള്ളത്തിൽ ഒരു മീൻ പിടിക്കുന്ന രീതിയിൽ ഇത് ചെയ്തതോടുകൂടി ഇത് ശരിക്കും ഇതും ഗുണകാരം. ഇപ്പോൾ CPM-ന് എപ്പോഴും എന്ത് ദോഷം വന്നാലും എന്ത് ദുരന്തം വന്നാലും അൾട്ടിമേറ്റായിട്ട് ജയിക്കും. അത് അവർക്ക് അനുകൂലമാക്കിയെടുക്കാൻ അവർക്കറിയാം. ഇതാണ് സാഹചര്യം. ഞാൻ വിശദമായി ഇതിലേക്ക് കടക്കുന്നില്ല, കാരണം എനിക്കിന്ന് പോവേണ്ടതുള്ളത് കൊണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്തായാലും പിണറായി വിജയൻ അടപടലം പെട്ടു എന്നൊക്കെ വേണേ പറയാം. ടെക്നിക്കലി ED വിചാരിച്ചാൽ, കേന്ദ്ര അന്വേഷണം വിചാരിച്ചാൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട്. 3 വർഷം കൊണ്ട് അന്വേഷിച്ചതാണ് പിണറായി നടത്തിയിരിക്കുന്ന അവർക്ക് തന്നെ അന്വേഷിക്കാം. അവർക്ക് കാനഡയിൽ പിണറായിയുടെ മക്കൾക്ക് എന്തെങ്കിലും ഇടപാടുണ്ടോ, അല്ലെങ്കിൽ SNC ലാവലുമായി അന്വേഷിക്കാം. അങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ പിണറായി പെട്ടത് തന്നെയാണ്. പക്ഷേ അന്വേഷിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായി മറ്റ് BJP-ക്കാരേക്കാൾ പ്രിയപ്പെട്ടവനാണ്. എന്തോ ദുരൂഹമായ കാരണത്താൽ പിണറായിയോട് ഇവർക്കൊരു പ്രത്യേക വാത്സല്യമുണ്ട്. ആ വാത്സല്യം നിലനിൽക്കുന്നിടത്തോളം കാലം വലിയ പ്രതീക്ഷയും ആഹ്ലാദമൊന്നും വേണ്ട. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു പൊരുളഴിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാത്തിരിക്കാം. പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ധാര എത്ര സജീവമാണെന്നൊക്കെ അറിയാൻ കാത്തിരിക്കാം. നമസ്കാരം.